എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടാൻ തയ്യാറാക്കാം. അത് തയ്യാറാക്കുന്നത് തേങ്ങയുടെ പൊങ്ങ് കൊണ്ടാണ്. ഇതാ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ കിളിച്ച തേങ്ങയാണ്. അതിനകത്തുനിന്ന് പൊങ്ങ് കിട്ടും നമുക്ക്. ഇതാണ് തെങ്ങും തൈയായിട്ട് കിളിച്ച് പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാലക്കറി തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് പൊങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, 2 തക്കാളി, പിന്നെ വേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും, പിന്നെ വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നൊക്കെയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യമേ ഈ പൊങ്ങൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ വറുത്തെടുക്കാം. നമ്മുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ടാന് തേങ്ങയുടെ പൊങ്ങായതുകൊണ്ട് വെളിച്ചെണ്ണ കൊണ്ട് തന്നെ ഉണ്ടാക്കിയാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് പൊങ്ങ് ഇതിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊങ്ങൊന്ന് നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇത് വാങ്ങിയിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് കറി തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. മുമ്പേ നമ്മൾ പൊങ്ങ് മൂപ്പിക്കാനായിട്ട് ഒഴിച്ച വെളിച്ചെണ്ണ മുഴുവനും ആ പൊങ്ങ് വലിച്ചെടുത്തു. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി. നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി മൂത്ത് വന്നു. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ അവരവരുടെ ആവശ്യത്തിനും എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നീട് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, അത് ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തു. ചെറിയ സ്പൂണിന് 1/2 സ്പൂണാണേ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണമൊക്കെ മാറി മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ എല്ലാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോഴേ വളരെ പെട്ടെന്ന് തന്നെ തക്കാളി വെന്തുടയും. തക്കാളി വെന്തുടയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളിക്ക വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടിട്ട് തക്കാളിക്ക വെന്തുടഞ്ഞ് നല്ല പാകമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാമേ. തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. തേങ്ങ തിരുമ്മി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കട്ടിയായിട്ട് ആദ്യം പാല് പിഴിഞ്ഞെടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് 2-ാം പാല് തയ്യാറാക്കും. ഇതിന് പറ്റാത്ത സാഹചര്യം ഇല്ലാത്തവർ തേങ്ങയുടെ മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടി കിട്ടും. അത് മേടിച്ചാണെങ്കിലും തേങ്ങാപ്പാൽ തയ്യാറാക്കാം.
ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത്. കറി നന്നായിട്ട് തിളച്ച് വന്നു. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ പൊങ്ങ ഇട്ട് കൊടുക്കാം. ഈ ചാറൊന്ന് കുറുകുന്നതിനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ കൂട്ടാൻ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ചാറൊക്കെ കുറുകി കുറച്ചുകൂടെ ചാറ് കുറുകട്ടെ. നല്ല മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെ. കൂട്ടാൻ്റെ നല്ല മണമാണ്. ഇച്ചിരിയുടെ ചാറൊന്ന് കുറുകട്ടെ. നമ്മുടെ കൂട്ടാൻ എന്തായെന്ന് നമുക്ക് ചാറൊക്കെ കുറുകി നല്ല കുഴഞ്ഞ ഭാഗത്തിലെത്തി. ഇനി ഈ സമയത്ത് നമുക്ക് ഒന്നാം പാല് ചേർത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് പിന്നെ ഓണാക്കാൻ പാടില്ല. കാരണം പാല് പിരിഞ്ഞു പോകും. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായതുകൊണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കും. ഗരം മസാല ഒരു ചെറിയ സ്പൂണിന് ഒരു അര സ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാനിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റുള്ള കൂട്ടാനാണ്. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഈ പൊങ്ങുകറിയും ചീരവിയലും ചോറുമാണ്. എനിക്ക് തോന്നുന്നു ഈ പൊങ്ങുകറി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ചീരവിയൽ അത്ര ഇതായിട്ട് തോന്നത്തില്ല. കാരണം അതുപോലെ ടേസ്റ്റുള്ള ഒരു കൂട്ടാനാണിത്. എല്ലാവരും പൊങ്ങ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂട്ടാനൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിനും ചപ്പാത്തി, പുട്ട്, അപ്പം, പൂരി എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാനാണ്. എല്ലാവരും ഒത്തു കിട്ടിയാൽ ഒന്നുണ്ടാക്കി നോക്കണം. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചോറ് വിളമ്പുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പൊങ്ങുകറിയാണിത്. ഇനി നമുക്ക് ചോറ് വിളമ്പാം ഉച്ചക്കലത്തേക്കുള്ളത്. ഊണിന് മട്ടയരിച്ചോറ്, ചീര അവിയൽ. ഈ ചീര നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ ഉണ്ടായ ചീര തന്നെയാണ്. അതിൻ്റെ കളറ് കണ്ടോ, എന്ത് നല്ല കളറാണ്. ചീര അവിയൽ, പിന്നെ പൊങ്ങുകറി. പിന്നീട് ഞങ്ങളുടെ വീട്ടിലെ മാവിലുണ്ടായ വേണ്ട മാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാർ. അത് ഇന്ന് തന്നെ ഇട്ട് ഇന്ന് തന്നെ തീർക്കണം. ഇല്ലെന്ന് വരിയില്ല, കേടായി പോകും. അത് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന അച്ചാറാണ് അത്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ലഞ്ചാണ് ഇന്ന് ഞങ്ങളുടേത്.